എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ എല്ലാം ഓഫ് ബീറ്റിനാണ് തുടങ്ങുന്നത്. 2 ബീറ്റ് തള്ളിയിട്ട് 2 ബീറ്റ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 2 ഹേമന്ത 1 2 പനിനീനിത 1 2 ഹേമന്ത 1 2 പനിനീനിത 1 2 ധനിസൻ ധനിസനി നിധ പാമ യാമിനി തൻ ധനിസനി നിധ പാമ ധനിസനി നിധ പാമ യാമിനി തൻ പൊൻവിളക്ക് മപദദ പപ പൊൻവിളക്ക് മപദദ പപ മഗ മഗമ പൊൻവിളക്ക് മപദദ പപ മഗ മഗമ പൊലിയാറായി മാമ ധനി ധനി പാദ പമ പൊലിയാറായി മാമ ധനി ധനി പാദ പമ മാമ ധനി ധനി പാദ പമ അപ്പോൾ അത്രയൊന്ന് വായിക്കാം. 1 2 പനിനീനി നിധ ധനി സനി നിധ പ മമ പദ പപ മഗ മഗ മാമ ധനി ധനി പാദ പമ അത് കഴിഞ്ഞിട്ട് മാഗന്ധ പദദാദ മാഗന്ധ മദനിസ നിരിസ പപ ശാലി ശാഖകളിൽ മദനിസ നിരിസ ദപ മദനിസ നിരിസ നിനിത ദപ ദപ ശാഖകളിൽ 1 2 പദദാദ മദനിസ നിരിസ നിനിത പപ 1 2 മപദ പമഗ ഗമ മപദ പമഗ ഗ എല്ലാം കാലികരുത്. രാക്കിളികൾ രാക്കിളികൾ ഗമമാരിസ നിസരി സസ മായങ്ങാറായി ഗമമാരിസ നിസരി സസ മായങ്ങാറായി
ഇതാണ് അനുപല്ലവി മുഴുവനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഹേമന്ത തൊട്ട് ഈ മയങ്ങാറായി വരെ ഒന്ന് വായിച്ചു നോക്കാം. 1 2 3 1 2 3 1 2. ഒന്നിന് വായിക്കാം. 1 2. ഗമമാരി സരി സരി സസ. ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും താമസമെന്തേ വരുവാന്നുള്ള ഒരു തവണ വരും. പിന്നെ ആ ഫസ്റ്റ് ലൈൻ വീണ്ടും വരും. ആ ഒരു തവണ വരുമ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. രണ്ടാമത് താമസം വരുമ്പോൾ താമസമെന്തേ വരുവാൻ. അപ്പോൾ ആദ്യം മഗമാമനി പരിപ, ഇവിടെ മരിമാമനി പ, താമസമെന്തേ എന്നൊരു ചേഞ്ച് ഉണ്ട്. അവിടെ മിഡിൽ പല്ലവിക്ക് മരിമാമനി പഗ ഗരി സസ, അത് പഴയ തന്നെ. ഈ ഇടയ്ക്കുള്ള പല്ലവി മരിമാമനി പഗ മഗ ഗരി സ 1 2. ഒന്നിന് വായിക്കാം. 1 2. അവിടെ വ്യത്യാസം വരും. പ്രാണസഖി മുന്നിൽ, അവിടെ നമ്മൾ ഈ സഗമപ മഗമഗ മറ്റേ മപ മഗമഗ, ഇവിടെ സഗമപ മഗമഗ വരും. പിന്നെ താമസമെന്തേ എൻ്റെ മണ്ണിൽ, അതൊക്കെ സെയിം വരും. എന്നിട്ട് ഫുൾ വൺസ് വന്നിട്ട് പിന്നെ താമസമെന്തേ വരുവാൻ എന്നുള്ള ഗാനം ആ ഒരു ലൈനും കൂടി വരും. അങ്ങനെയാണ് അനുപല്ലവിയും ഇടയ്ക്കുള്ള പല്ലവിയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ള എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.